കേരളത്തിൽ രണ്ട് ചെറുപ്പക്കാർ അഴിഞ്ഞാടുന്നുണ്ട്. ആരാ അവര്? ഒന്ന് നമ്മുടെ നസ്ലിം ബ്രോ, മറ്റേത് നമ്മുടെ എല്ലാവരുടെയും സ്വകാര്യ അഹങ്കാരമായ മമ്മൂക്ക. ഇവർ രണ്ടുപേരും മലയാള സിനിമ ശരിക്കും ഇപ്പൊ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഒരു ടാലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും രണ്ട് ടാലന്റാ അല്ലേ? നസ്ലിനൊരു തുടക്കക്കാരനൊന്നുമല്ല, തുടക്കക്കാരനാണെങ്കിലും ഒരു നായകനായിട്ട് ഇങ്ങനെ തിളങ്ങുന്നത് അടുത്ത കാലത്താണ്. മറ്റ് സഹനടനായും എന്താ പറയാ സഹനടനായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പം നടനായിട്ടും ആള് ചെയ്യുന്നുണ്ട്. എങ്കിലും ചെയ്ത പടങ്ങളെല്ലാം ഹിറ്റാണ്. ഹിറ്റെന്ന് പറഞ്ഞാൽ ഹിറ്റാണ്, ഹൈ ഹിറ്റ് തന്നെയാണ്. അപ്പം ഈ നസ്ലിൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്റെ പടങ്ങളെല്ലാം നമ്മൾ താരതമ്യേന നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഒരു എന്താ പറയാ മാനസികമായിട്ടുള്ള ഒരു പൊരുത്തങ്ങളുണ്ട് എല്ലാത്തിനും പടങ്ങളുമായിട്ട് അല്ലേ? എല്ലാ പടങ്ങളും ഏകദേശം ഒരേ സിമിലാരിറ്റി ഉള്ള പടങ്ങളാണ്. എങ്കിലും അതിൽ നല്ല കഥയുണ്ട്, നല്ലൊരു ത്രെഡുണ്ട്. സംവിധായകര്, നിർമ്മാതാക്കള് എല്ലാം ഈ ഒരു ചെറുപ്പക്കാരനെ അനുകൂലിക്കുകയാണ്. അപ്പം ചിലപ്പോൾ എല്ലാം ചൂസ് ചെയ്യുന്നതിന്റെ ഒരു ഇത് എന്താ പറയാ ഒരു രീതിയായിരിക്കും. നല്ല പടങ്ങൾ ചൂസ് ചെയ്യുന്നത്, നല്ല ഡയറക്ടേഴ്സ് ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിർമ്മാതാവ്, അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ഷൻ എല്ലാം ചൂസ് ചെയ്യുന്നത് ഒരു പ്രത്യേക കഴിവുണ്ടായിരിക്കും. എങ്കിൽ തന്നെ എല്ലാം നല്ല ഹൈ ടോപ്പ് പടങ്ങളാണ് എല്ലാം. അപ്പൊ മമ്മൂക്കയെ സംബന്ധിച്ചോളം മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്തൊരു ഇതിഹാസികമാണ് മമ്മൂക്ക. മമ്മൂക്കയുടെ പടങ്ങളെല്ലാം നല്ല കഥയും അതുപോലെ അതിന്റെ മമ്മൂട്ടിയുടെ ഒരു പക്വത എല്ലാം പടത്തിനുണ്ടാവും. ഇപ്പം ഈ ഒരു പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അടുത്ത കാലത്ത് നമ്മൾ ഇതുപോലൊരു പടം കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. മമ്മൂക്കയുടെ ഒരു എന്താ പറയാ സ്റ്റൈലിഷ് ലുക്കാണ്. അതൊരു പ്രത്യേക ഒത്തിരി എന്താ പറയാ ഒരുപാട് പ്രായം തോന്നിക്കുന്ന ലുക്കാണെങ്കിലും പുള്ളി മാസ്മരികമായിട്ട് ആ പടം ചെയ്തിട്ടുണ്ട്. എന്തായാലും തകർത്തിരിക്കുക മമ്മൂക്ക. അതിന് മമ്മൂക്കയ്ക്ക് ഒരു പ്രത്യേക അപ്രിഷ്യേറ്റ് ഉണ്ട് കേട്ടോ. പുള്ളി നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, അത്രയും കഴിവുള്ളൊരു മനുഷ്യൻ തന്നെയാണ്. അല്ലെങ്കിൽ ഈ ഒരു ചെറുപ്പക്കാരുടെ ഇടയിൽ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ പ്രായം വെറും അക്കമാണ്. എങ്കിലും പുള്ളി ഈ ഒരു പ്രായത്തിൽ പിടിച്ചു നിൽക്കുന്ന അത് കഴിവ് തന്നെയാണ്. അത് അത്രയും ഏജ് ആയിട്ടിരിക്കുന്ന ഒരാളും കൂടെയാണല്ലോ. അപ്പൊ ഈ ചെറുപ്പക്കാരുടെ പിടിച്ചിരിക്കുന്ന ഒരു കഴിവ് തന്നെ വേണം. പിന്നെ നല്ല പടങ്ങളാണ് എല്ലാം ആൾക്കാർ ഡയറക്ടേഴ്സായാലും പിന്നെ പ്രൊഡ്യൂസേഴ്സായാലും കൊടുക്കുന്ന നല്ല പടങ്ങളാണ്. ആ നല്ല പടങ്ങൾ തന്നെ പുള്ളി ചൂസ് ചെയ്യുന്നത് അടുത്ത കാലത്തൊന്നുമല്ല. പുള്ളി പണ്ട് പോലെ എല്ലാ പടങ്ങളും നല്ല പടങ്ങൾ ചൂസ് ചെയ്യാറുള്ളൂ. പിന്നെ പുള്ളിയുടെ ആ ബോഡി ലാംഗ്വേജ്, അതുപോലെ നവയൗവനം വീണ്ടെടുക്കാൻ വേണ്ടി പലതും ചെയ്ത പോലെ അതിലോട്ടൊന്നും പോയിട്ടില്ല. എങ്കിലും പുള്ളി ഇപ്പോഴും ആ ഒരു ചെറുപ്പം നല്ലപോലെ കീപ്പ് ചെയ്യുന്ന ഒരു മനുഷ്യൻ തന്നെയാണ്. അപ്പം മമ്മൂക്കയുടെ പണ്ട് മുതലുള്ള പടങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം മൃഗയ അല്ലെങ്കിൽ പന്തംമാട അങ്ങനെയുള്ള പടങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഡോക്ടർ അംബേദ്കർ അങ്ങനെയുള്ള പടങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും വ്യത്യസ്തമായ കഥാപാത്രങ്ങളായിരിക്കും. ആ കഥാപാത്രങ്ങളെല്ലാം നല്ല നമുക്ക് മനസ്സിന് ഇണങ്ങുന്ന കഥാപാത്രങ്ങളാണ്. ഒരു എന്താ പറയാ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കഥാപാത്രങ്ങളായിരുന്നു ഇതെല്ലാം. പിന്നെ പുള്ളിയെ സംബന്ധിച്ചോളം ആളുകളായിട്ട് ഇടപഴകുന്നതും എല്ലാം നമുക്കിടെ ഒരു പ്രത്യേക ഒരു സാധാരണ മനുഷ്യനെ പോലെയാണ് പുള്ളിയുടെ ഒരു ഇടപഴകലും. പിന്നെ പൊതുസമൂഹത്തിലോട്ട് വരുന്നതാണെങ്കിലും ഇപ്പം സിനിമയുടെ പ്രൊമോഷൻ വരികയാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ എന്തോ സമൂഹത്തിലോട്ട് ഇറങ്ങുന്നത് തന്നെ പുള്ളി ഒരു സാധാരണക്കാരന്റെ ലുക്കിലൂടെ പുള്ളി ഇറങ്ങത്തുള്ളൂ. പുള്ളിയെ സംബന്ധിച്ചോളം അതൊരു എന്താ പറയാ അത് ഒരു ഭയങ്കര ഒരു ഇതാണ്. എന്താ പറയാ പുള്ളിയുടെ ഒരു ഉള്ളിലുള്ള നന്മ തന്നെയാണ് അത്. അല്ലാതെ ഇപ്പം ജാടയെങ്കിൽ കാണിച്ചെന്ന് ഇറങ്ങേണ്ട കാര്യമൊന്നും പുള്ളിക്ക് ഇല്ല. അങ്ങനെ ഇറങ്ങുന്നവരുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ മമ്മൂക്കകളും പിന്നെ ഇൻഡസ്ട്രിയിൽ ആളുകൾക്ക് എപ്പോഴും ഒരു അച്ഛന്റെ സ്ഥാനമോ അല്ലെങ്കിൽ ഒരു സഹോദരന്റെ സ്ഥാനമോ ഒക്കെ കൊടുക്കുന്ന ഒരു പുള്ളി മമ്മൂക്ക തന്നെ ഉള്ളൂ. ആളുകൾ കൂടുതലും മമ്മൂക്കയുടെ കീഴിൽ വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഏറ്റവും വലിയൊരു ചേട്ടനെ കിട്ടിയ പോലെയുള്ള ഒരു അംഗീകാരം തന്നെയാണ് അത്. അപ്പൊ ആളുകൾക്ക് ഇടപഴകാനും മമ്മൂക്കയുടെയാണ്. മറ്റുള്ള നടന്മാരെന്ന് പറയുമ്പോൾ അവരും മോശക്കാരല്ല, എങ്കിലും മമ്മൂക്കയോടാണ് ആളുകൾക്ക് കൂടുതലൊരു ഇന്ററാക്ട് ഉള്ളത്. പിന്നെ ഈ അടുത്ത കാലത്ത് നമ്മൾ പടങ്ങളിൽ ചില ആളുകൾ
പിന്നെ എന്താ പറയുക, ചെറുപ്പം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ അവർ കരിയർ നശിപ്പിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. കരിയർ നശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര തോൽവിയായിപ്പോയി. അതൊരു ചെയ്യരുതായിരുന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ നമ്മളത് കൂടുതലും ആളുകൾ ആ ഒരു നടനെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ നമ്മൾ വിശ്വസിക്കുകയാണ്. പുള്ളി ചെയ്യുന്ന പടങ്ങളാണെങ്കിലും പിന്നെ മറ്റെന്താണെങ്കിലും നമ്മൾ പുള്ളിയെ സ്നേഹിക്കുകയാണ്. പഴയ ഒരു കുസൃതി നിറഞ്ഞ ഒരു മുഖമൊന്നും നമുക്കിപ്പം ആളിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ അതൊന്നും പുള്ളി ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം ആളുകൾ, നമ്മൾ പ്രേക്ഷകരത് പുള്ളിയുടെ ആ ഒരു കുഞ്ഞു മനസ്സാണ്, നമ്മൾ ആ മുഖം എല്ലാം നമ്മൾ ഓമനിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ പുള്ളി ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഫേസ് കൊണ്ടുപോയി നശിപ്പിച്ചെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വേറെ പറഞ്ഞു വന്ന വേറെ അല്ല, നമ്മുടെ ശരിക്കും ലാലേട്ടനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ശരിക്കും ഒരു ഇതിഹാസം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങിയ മലയക്കോട്ടെ വാലിബനൊക്കെ ശരിക്കും പിന്നെ കഥയില്ലാത്തതുകൊണ്ടല്ല, നല്ല കഥയും നല്ല തിരുക്കഥയും പേര് കേട്ട ഡയറക്ടേഴ്സൊക്കെ തന്നെയാണ്. പക്ഷെ എവിടെയാണ് ആ സിനിമയ്ക്കൊരു ഫ്ലോപ്പ് വന്നത്? പടം ഫ്ലോപ്പായിട്ടൊന്നുമില്ല, നല്ല കുഴപ്പമില്ലാത്ത പടം തന്നെയാണ്. പക്ഷെ എവിടെയോ ഒരു എന്താ നടന്ന, ഡയറക്ടർ നല്ല ഡയറക്ടറാണ്. അതായത് പിന്നെ അതിൻ്റെ ലാലേട്ടനാണെങ്കിലും ഒട്ടും മോശമല്ല, നല്ല കഴിവുള്ള മനുഷ്യൻ തന്നെയാണ്. അപ്പം എവിടെയാണ് ഈ പടത്തിന് ഒരു വീക്ക് വന്നതെന്നുള്ളത്, ഒരു ഫ്ലോപ്പായിട്ടുള്ളതെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല. ആളുകൾ ഇത്ര നെഗറ്റീവ് പറയും. ഞാൻ കണ്ടു, ഞാൻ നോക്കിയിട്ട് എനിക്ക് അതിൻ്റെ വലിയ കുഴപ്പമൊന്നും തോന്നിയൊന്നുമില്ല. പക്ഷെ എന്നാലും ഓൾ ഓവർ ആളുകൾ നോക്കുമ്പോൾ അതിനകത്ത് എന്തോ ഒരു ഫാൾട്ട് ഉള്ളത് പോലെയാണ്. ഇപ്പം എൻ്റെ ഡയറക്ടറായ ലിജോ ജോസ് പറഞ്ഞേക്കുന്നത്, ഇപ്പം നമ്മൾ അത്ര ബാഹുബലി പോലെ അല്ലെങ്കിൽ ആ ഗണത്തിൽപ്പെടുന്ന പടങ്ങൾ KGF പോലെ നമ്മൾ പോയി ചെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ അത്ര ഒരു മൈലേജ് ഇതിന് കിട്ടുകയില്ല. കാരണം അത്ര പിന്നെ ആക്റ്റീവായിട്ടുള്ളൊരു പടമല്ല. അതായത് നമ്മൾ ഈ ബാഹുബലി കണ്ടില്ല, അതിനകത്ത് അത്രയും പിന്നെ ഒരു എന്താ പറയുക, ആള് ഈ ഒരു സ്പീഡപ്പ് പടമല്ല അത്. അപ്പോൾ നമ്മളൊരു അതിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ അത്രയും ഒരു സ്ലോലി ആയിട്ടുള്ളൊരു കഥ തന്നെയാണ് അത്. അപ്പം അതിന് നമ്മൾ പോയിട്ട് അത് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഹൈപ്പ് കണ്ടുവച്ച് നമ്മൾ പോയി കണ്ടു കഴിഞ്ഞതാണ് നമ്മുടെ ഒരു ഫാൾട്ട്, ഏറ്റവും വലിയ ഫാൾട്ട്. അത്ര ഹൈപ്പും പിന്നെ പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഭയങ്കര ഹൈപ്പായിരുന്നു പടത്തിന് കൊടുത്തത്. അത്ര ഹൈപ്പ് ഇതിന് വന്നിട്ടുണ്ടായിരുന്നു. ആ ഹൈപ്പിനോളം എൻ്റെ പടം അങ്ങോട്ട് കയറി വന്നിട്ടില്ല. എന്തായാലും കുഴപ്പമില്ല, നല്ല കുഴപ്പമില്ലാത്തൊരു പടം തന്നെയായിരുന്നു. അപ്പം ഇനിയുള്ള പടങ്ങളെങ്കിലും തിരഞ്ഞെടുക്കുമ്പം ഒരാൾക്കും പരമാവധി അത് ശ്രദ്ധിക്കണം. അതായത് എന്തുകൊണ്ടാണ് അങ്ങനെ വീഴ്ച വന്നൊരു ആളുകൾ എപ്പോഴും ഈ ഒരു മനോഭാവത്തോടെ എടുക്കുന്നുള്ളത് ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ആരാണെങ്കിലും ഇനി എന്താ പറയുക, ഒരു നല്ലൊരു പടമോ ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി ഇതുപോലെ ഒരു പടം ആവരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നല്ല നല്ല പടങ്ങൾ ഇനിയും വരട്ടെ എന്നുള്ളൊരു കാഴ്ചപ്പാടും കൂടെ ഉണ്ട്. മോഹൻലാൽ എന്ന് പറയുന്ന നടന് പണ്ട് പോലെ നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഒത്തിരി പടങ്ങൾ അദ്ദേഹത്തിൻ്റെതായ പടങ്ങളുണ്ട്. പിന്നെ നല്ല നല്ല എന്താ പറയുക, അത്ര നമ്മൾ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്ത ഒരുപാട് പടങ്ങളാണ് അതൊക്കെ. അത് നമ്മൾ പ്രത്യേകം നമ്മൾ എടുത്ത് പറയേണ്ടത് തന്നെ ഉണ്ട്. ഇപ്പോൾ പഴയ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഴയകാലത്ത് അദ്ദേഹത്തിൻ്റെ പടങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മളൊരു അത്ര നമ്മൾ പുള്ളിയെ നെഞ്ചോട് ചേർത്ത് വെച്ചൊരു സിനിമകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരു നടനെന്ന രീതിയിൽ പുള്ളി അത് ശരിക്കും കൈകാര്യം ചെയ്യണമായിരുന്നു. അതൊക്കെ മനസ്സിലാക്കണമായിരുന്നു ജനങ്ങളുടെ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഇഷ്ടം എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു മേക്ക് ഓവർ നടത്തുമ്പോൾ തന്നെ ശരിക്കും അതിനെക്കുറിച്ചൊരു പഠനം നടത്തണമായിരുന്നു. അത് ഭയങ്കര ഒരു ഫാൾട്ടാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ഇപ്പം എന്ന് പറഞ്ഞാൽ തിയേറ്ററുകളിൽ നമ്മൾ സമകാലിക പടങ്ങളോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള പടങ്ങൾ വന്നു കഴിഞ്ഞാൽ നല്ലപോലെ കയറിപ്പോകുന്ന പടങ്ങൾ തന്നെയാണ്. അപ്പം ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക്, ഈ ഒരു തലമുറയ്ക്ക് വേണ്ട പടങ്ങളെന്ന് പറഞ്ഞാൽ നല്ല ഏത് ഗണത്തിലുള്ള പടം വന്നാലും ഈ ഒരു തലമുറ സ്വീകരിക്കുന്നതാണ്. പക്ഷെ അതിനകത്തൊരു കഥയും അതിൻ്റെ ഒരു സമകാലികമായിട്ടുള്ള എന്താ പറയുക, ഒരു ഒറിജിനാലിറ്റിയും കൂടെ വേണം എല്ലാം. നമ്മളിപ്പോൾ ഒരു സിനിമയ്ക്കകത്ത് നമ്മളൊരു കഥ കണ്ടു കഴിഞ്ഞാൽ അതിങ്ങനെയൊക്കെ സംഭവിക്കുമോ? അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടും കൂടെ ആൾക്കാർക്കുണ്ട്. യഥാർത്ഥ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത് നമ്മൾ കാണേണ്ടത് തന്നെയുണ്ട്. ഇപ്പം ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മുടെ ഈ ജയസൂര്യ, കുഞ്ചാക്കോ ബോബൻ, അല്ലെങ്കിൽ ആസിഫ് അലി, ഇങ്ങനെയുള്ള ആളുകൾ, സൗബിൻ, ഒരുപാട് നടന്മാർ, രാജു വർഗീസ്, അങ്ങനെ ഒരുപാട് ഒരു കൂട്ടുകെട്ട് തന്നെയുണ്ട്. അപ്പം ഇവരുടെയൊക്കെ പടങ്ങളും അത്യാവശ്യം ആവറേജായിട്ട് കുഴപ്പമില്ലാതെയൊക്കെ ഓടുന്ന പടങ്ങൾ തന്നെയാണ്. എന്നാലും അതിനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പം അവരെക്കാളും ഒരു സ്റ്റാർ വാല്യൂ വരുന്നത് ഇപ്പം
ഒരു നമ്മൾ നസ്ലിൻ എന്ന് പറഞ്ഞ പ്രോയെ കുറിച്ചാണ്. നസ്ലിൻ പ്രോ ചെയ്ത പടങ്ങളൊക്കെ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ എല്ലാം നല്ല ഹൈപ്പ് പടങ്ങൾ, നല്ല ടോപ്പ് പടങ്ങൾ തന്നെ, ഹൈ റേഞ്ച് പടങ്ങൾ തന്നെ. അപ്പം എല്ലാത്തിനും അതിൻ്റെ ഒരു എന്താ പറയുക, ദീർഘവീക്ഷണമുള്ള ഒരു പയ്യൻ തന്നെയാണ്. അപ്പം മറ്റ് നടന്മാരെ സംബന്ധിച്ചോളം പിന്നെ ഇപ്പം നല്ല ലെവലിലോട്ട് കയറി വരുന്ന നടൻ തന്നെയാണ് നസ്ലിൻ. നസ്ലിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഹൈ പടം തന്നെയാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് പ്രേമലു എന്ന് പറഞ്ഞ പടം. ഈ പ്രേമലുവിൻ്റെ ശരിക്കും അതിനകത്തുള്ളൊരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ആ കണ്ടന്റ് അത്രയും ആളുകളിലോട്ട് എത്തിക്കുന്ന ഒരു കണ്ടന്റ് തന്നെയാണ്. എന്ന് വെച്ചാൽ മറ്റുള്ള പടങ്ങളുടെ കണ്ടന്റ് എത്തുന്നില്ല എന്നല്ല, ആളുകൾക്കത് സ്വീകാര്യതയുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാലും ഈ നസ്ലിൻ എന്ന് പറയുന്ന ആളുടെ ഒരു ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആ ഒരു രീതിയൊക്കെ അത്രയും നമുക്ക് കൂടുതലും മാനസികമായിട്ട് നമുക്ക് ഒരു അടുത്ത് ഇടപഴകാൻ പറ്റുന്ന ഒരു പയ്യൻ തന്നെയാണത്. അതുപോലെ തന്നെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ദുൽഖറൊക്കെ സിനിമയിലോട്ട് വരുന്ന കാലത്ത് ശരിക്കും നമ്മൾ ഒരു പെട്ടെന്ന് മമ്മൂക്കയുടെ മകനാണെങ്കിലും പെട്ടെന്ന് നമുക്ക് അതിന്റെ ഒരു എന്താ പറയാ ഒരു ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നു. സെക്കൻഡ് ഷോ പോലുള്ള പടങ്ങളിലൂടെയാണ് ദുൽഖർ വന്നിരിക്കുന്നത്. ആ ആളിപ്പം വന്ന് അങ്ങ് പാൻ ഇന്ത്യൻ സ്റ്റാർ വരെ ആയിരിക്കുകയാണ്. അപ്പൊ ഈ പാൻ ഇന്ത്യൻ സ്റ്റാർ ലെവലിലോട്ട് എത്തിരിക്കുന്ന നടൻ ഒരിക്കലും ഒരു ഫ്ലോപ്പ് പടത്തിലോട്ട് ഇനി പോവുകയില്ല. ഈ ഫ്ലോപ്പ് പടം എന്ന് പറഞ്ഞാൽ പടം ഇറങ്ങുമ്പോൾ ഫ്ലോപ്പാന്ന് പറഞ്ഞിട്ട് ഇറക്കുന്നല്ലെങ്കിലും അത് അതിനകത്തുള്ള ഒരു എന്താ പറയുക ടെക്നിക്കലായിട്ടുള്ള ഒരു വിഷയങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. ടെക്നിക്കലായിട്ടും അതിന്റെ കഥയുടെ തന്തുകളൊക്കെ ആയിട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതാണ് ഈ പടം ഫെയിലിയർ വരാൻ കാരണം. ഇപ്പോൾ നമ്മുടെ ദുൽഖറിന് തന്നെ അടുത്ത കാലത്ത് ഇറങ്ങിയ പടം കൊത്ത എന്ന മൂവി നല്ലൊരു പടം തന്നെയാണ്. നല്ലൊരു സമകാലിക പടം തന്നെയാണ്. അത് പഴയ കാലങ്ങളിലെ ഒരു എന്താ പറയാ ആ ഒരു കാലഘട്ടത്തെ കാണിക്കുന്ന ചില ചിത്രങ്ങളൊക്കെ തന്നെ അടുത്ത കാലത്തുണ്ട്. ആർഡിഎക്സ് ആണെങ്കിലും അങ്ങനെയുള്ള പടങ്ങളൊക്കെ പഴയ കാലത്തിന്റെ ഒരു ഇത് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ വന്നു കഴിയുമ്പോൾ ട്രെൻഡ് തന്നെയാണ്. പക്ഷെ കൊത്തയുടെ ചില ഭാഗങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും അത് വേണ്ടില്ലായിരുന്നു, കുറച്ചുകൂടെ വ്യത്യാസപ്പെടുത്താന്നുള്ള ഒരു കാഴ്ചപ്പാട് തന്നെ ഉണ്ടായിരുന്നത്. അത് ഒന്നും കൂടെ ന്യായമായിട്ട് ചെയ്തെടുക്കാൻ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ആർഡിഎക്സ് ആണെങ്കിലും ആർഡിഎക്സും സെയിം ഏകദേശം ആ ഒരു ഇതിൽ വരുന്ന പടം തന്നെയാണെങ്കിലും പക്ഷെ നല്ലൊരു ഹൈപ്പ് കൊടുത്ത പടമായതാണ് കൊത്തയ്ക്ക് നല്ല ഹൈപ്പ് കൊടുത്തായിരുന്നു. അപ്പോൾ ആ ഒരു പടം താഴത്തോട്ട് പോകുമ്പോൾ ആളുകൾക്ക് പൊതുവെ ഇഷ്ടപ്പെടാനുള്ളൊരു എന്താ പറയുക പടത്തെ അവിടെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പക്ഷേ ആർഡിഎക്സ് എന്ന് പറയുമ്പോൾ ആർഡിഎക്സിനകത്ത് അത്ര വലിയ എന്താ പറയുക കോടികൾ മുടക്കിയിട്ടുള്ള പടമൊന്നും അല്ലെങ്കിൽ ഒരു സാധാ കൊമേഴ്ഷ്യൽ പടമാണെങ്കിലും അതിനകത്ത് അത്രയും നല്ല എന്താ പറയുക ഒരു പല എന്താ പറയുക ചെറുപ്പക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ചില കണ്ടന്റുകൾ അതിനകത്തുണ്ട്. അതാണ് പടം നല്ല ഹൈ ആയിട്ട് കയറി പോകുന്നത്. എല്ലാ കാര്യത്തിലും നമുക്കിപ്പോൾ അത് എല്ലാ പടങ്ങളിലും ഇപ്പം നമുക്കത് കിട്ടണമെന്ന് പറഞ്ഞിട്ട് നടക്കില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ മലൈക്കോട്ടെ വാലിബനാണെങ്കിലും മോഹൻലാലിൻ്റെ തന്നെ അതിന് മുമ്പ് ഇറങ്ങിയ കുറേ ഒത്തിരി പടങ്ങളുണ്ട്. അതൊക്കെ ഈ ഒരു 1 by 1 ആയിട്ട് താഴത്തോട്ട് പോകുമ്പം അദ്ദേഹത്തിൻ്റെ കരിയറിനെ ബാധിക്കുകയാണ്. ഇപ്പം ചില ഡയറക്ടർമാർ എനിക്ക് തോന്നുന്നത് കച്ച കെട്ടി ഇറങ്ങിയേക്കാണ്. അതുപോലെ അത്രയും കഴിവുള്ളൊരു മനുഷ്യനെ താഴ്ത്താനും അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ ഒരു സ്റ്റാർ വാല്യൂ ഇല്ലാതാക്കാനും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു സമൂഹത്തിൽ ഒരു എന്താ പറയുക ഒരു വിലയില്ലാത്തൊരു രീതിയിൽ കൊണ്ടുവരുന്ന ചില ഡയറക്ടർമാർ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. അടുത്ത കാലത്ത് നമുക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഈ നമ്മുടെ ഈ ഒരു പടം ഫസ്റ്റ് ഇറങ്ങിയ ഒരു ആറാട്ടം എന്ന് പറയുന്ന പടം, അതിനകത്തൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിനകത്ത് കാണിച്ചു വെച്ചേക്കുന്നത് പല സിനിമകളുടെ ഡയലോഗ് അതിനകത്ത് കൊണ്ടുവന്ന് പറയുകയാണ്. പല സിനിമകളുടെ ഡയലോഗ്, പഴയ കാലത്തെ സിനിമകളുടെ ഡയലോഗ് അതിനകത്ത് കുറച്ച് കാശി കഴിയുമ്പോൾ എനിക്ക് അതിനകത്ത് ഒരു കോമാളിയുടെ ഒരു ഇതാണ് കാണിക്കുന്നത്. സംഭവം അദ്ദേഹം നല്ല നടനും കാര്യങ്ങളൊക്കെയാണ്, അഭിനയം നല്ല നല്ല അഭിനയം കാര്യങ്ങളാണ്. പക്ഷെ അതിനകത്ത് വരുന്ന അവർക്ക് കൊടുക്കുന്ന ഡയലോഗുകൾ, അതിന്റെ ഡെലിവറി, അതുപോലെ എന്താ പറയാ ഒരു നല്ലൊരു കണ്ടന്റ് അതിനകത്ത് വരുന്നില്ല. ആ കണ്ടന്റ് ഒരു കഥ അതിനകത്ത് പുറത്തോട്ട് വരുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ചില പടങ്ങൾ അങ്ങനെ ഫ്ലോപ്പായി പോയിട്ടുള്ളത്. ശരിക്കും ലാലേട്ടനൊക്കെ അത്രയും കഴിവുള്ളൊരു മനുഷ്യല്ല. നമ്മൾ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ എല്ലാത്തരം സർവ്വ മാനരസങ്ങളും പുറത്തോട്ട് വരുന്ന ഒരു നടനാണ്. അപ്പൊ അദ്ദേഹത്തിനൊന്നും ഒരിക്കലും നമ്മൾ ഇതുപോലെയുള്ള പടങ്ങൾ വെച്ചിട്ട് ഒരു സ്റ്റാർ വാല്യൂ ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ എന്നുള്ള പദവി ഇല്ലാതാക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ ഒരു വേദനിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പൊ എല്ലാ നടന്മാരും മലയാള സിനിമയിൽ എല്ലാ നടന്മാരും കഴിവുള്ള ഒത്തിരി നടന്മാരുണ്ട്. ഈ നടന്മാരുടെയൊക്കെ ഒരു സ്റ്റാർ വാല്യൂ ഒരിക്കലും കുറഞ്ഞു പോകത്തില്ല. അപ്പൊ ഇതുപോലെയുള്ള ഡയറക്ടർമാർ വന്നു കഴിഞ്ഞാൽ പൊതുവെ നമുക്ക് എന്താ പറയാ
പടം ഫ്ലോപ്പായി പോകുന്ന രീതിയിലോട്ട് എത്തുന്നത്. നല്ല നല്ല കഥകളും നല്ല നല്ല ഡയറക്ടേഴ്സും എന്നും മലയാള സിനിമയ്ക്ക് ആവശ്യമാണ്. പുതിയ കാലത്തിന് പുതിയ കഥകൾ വേണം, പുതിയ ഡയറക്ടേഴ്സ് വേണം, അതുപോലെയുള്ള നടന്മാർ വേണം, ഹീറോയും വേണം. എല്ലാം പുതിയ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ പഴയ കാലത്തുള്ള ആളുകളൊക്കെ പുതിയ കാലത്തോട് കയറി വരുന്നതെന്ന് പറഞ്ഞാൽ അവർ ആ കാലഘട്ടത്തിനനുസരിച്ച് അവർക്ക് എത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ്. അപ്പം മമ്മൂട്ടി, മോഹൻലാലും, ദുൽഖറും, ജസൂയും, കുഞ്ചാക്കോ ബോബൻ ഇവരാരും, ആസിഫ് അലി ആണെങ്കിലും ആരും മോശക്കാരൊന്നുമല്ല. എല്ലാവരും നല്ല ഒന്നിനൊന്നും മെച്ചമുള്ള കഴിവുള്ള നടന്മാർ തന്നെയാണ്. എങ്കിലും ഇപ്പോൾ അടുത്തിറങ്ങിയ പടങ്ങളിലെല്ലാം നമ്മൾ വെച്ച് നോക്കുമ്പോൾ ചില എന്താ പറയുക, അത്യാവശ്യം കൊള്ളാവുന്ന പടങ്ങളിൽ പെട്ടതാണ് ഈ പ്രേമയുഗം. ഇതെല്ലാം നല്ല കഥ തന്നെയാണ് അതിനകത്ത് വരുന്നത്. അപ്പം അതൊരു ശരിക്കും നമ്മൾ ആളുകൾ കണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുവാനും, അങ്ങനെ നല്ല പടങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിനെ നമ്മൾ നെഗറ്റീവ് പറഞ്ഞ് അതിൻ്റെ ഒരു റിവ്യൂ പറയുന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു പടം നാശമായി പോകുന്നില്ല. റിവ്യൂ എന്ന് പറഞ്ഞാൽ ആ പടത്തിൻ്റെ എന്താ പറയുക, നെഗറ്റീവ് വെർഷനുകളും പോസിറ്റീവ് വെർഷനുകളും പറയുന്നത് തന്നെയാണ് റിവ്യൂ ശരിക്കും. അതിൻ്റെ ഒരു പടത്തിനകത്ത് നെഗറ്റീവ് ഉണ്ടാകും, പോസിറ്റീവ് ഉണ്ടാകും. അപ്പോൾ 150-200 രൂപ കൊടുത്ത് ഒരാൾ സിനിമ കണ്ടു കഴിയുമ്പോൾ ആ സിനിമയുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഈ കാണുന്ന വ്യക്തിക്കുണ്ട്. ആര് കാശ് കൊടുത്ത് കാണുന്നോ അവർക്ക് ഈ സിനിമയുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇല്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഇപ്പം പടം കയറി കണ്ട് ഇറങ്ങി കഴിയുമ്പോൾ നീ പൈസ തന്നിട്ടല്ലല്ലോ പടം കണ്ടെന്നല്ലല്ലോ പറയുന്നത്. നമ്മൾ പൈസ കൊടുത്ത് ടിക്കറ്റ് കൊടുത്ത് പടം കയറി കാണുന്നു, അത് കണ്ട് തിരിച്ചറിയാൻ കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ അഭിപ്രായം പറയുന്നു. ആ അഭിപ്രായത്തിന് ആർക്കും വരക്കാൻ പറ്റില്ല. അപ്പോൾ അഭിപ്രായം പറഞ്ഞു പടത്തിൻ്റെ നെഗറ്റീവ് എടുത്ത് പറഞ്ഞുകൊണ്ട് വരച്ച് പടം പൊളിയത്തില്ല. ആ പടത്തിനകത്തൊരു കഥയും അതിൻ്റെതായ ഒരു ത്രെഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പടം കയറിപ്പോവും. ഇപ്പം അങ്ങനെ ഒരു അടുത്ത കാലത്ത് ഇറങ്ങിയ എല്ലാ പടങ്ങളിലും റിവ്യൂ പറഞ്ഞു അതുകൊണ്ട് പടം പൊട്ടി എന്ന് പറയുന്നതിൽ കാര്യമില്ല. അപ്പം അടുത്ത ഈ ഒരു കുറഞ്ഞ കാലം കൊണ്ടാണ് ഈ റിവ്യൂ എന്ന് പറയുന്ന സംഭവം തന്നെ കേരളത്തിൽ വരുന്നത്. അപ്പം അതിന് റിവ്യൂ കൊണ്ട് ഒരു പടം നാശമായി പോകുന്ന റിവ്യൂ പറയുന്ന ആളുകൾ അവരുടെ ഒരു എന്താ പറയുക, അവർക്ക് അവരുടെ ചാനലുകളുണ്ടാവും, അവരതിനു വേണ്ടി ത്രെഡും അതിൽ കണ്ടന്റും ഉണ്ടാക്കി അതാണ് അവർ റിവ്യൂവിന് വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് ചാനലിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി മാത്രമല്ല, അവർ റിവ്യൂ പറയുമ്പോൾ പടത്തിൻ്റെ എല്ലാ നെഗറ്റീവ്സും അവരെടുത്ത് പറയും. അപ്പം ഞാനാണെങ്കിൽ ഇപ്പം പടം കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ പടത്തിന് എന്തൊക്കെ നെഗറ്റീവ് ഉണ്ടോ അത് ഞാൻ എടുത്ത് പറയും. അപ്പോൾ നിങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പടത്തിൻ്റെ എല്ലാ നെഗറ്റീവ് വെർഷനും പോസിറ്റീവ് വെർഷനും പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരാളുടെ വായ അടയ്ക്കാൻ പറ്റത്തൊന്നുമില്ല. നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് പടം പൊട്ടിപ്പോയി അങ്ങനെ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നാക്കി പറയാമായിരുന്നു എന്നൊന്നും ആരും പറയത്തില്ല. ആർക്കും ഒരു സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയാം. അഭിപ്രായം പറഞ്ഞ് ആ സിനിമ എത്രയും മോശപ്പെട്ട രീതിയിൽ ആരും സംസാരിക്കത്തൊന്നുമില്ല. അപ്പോൾ പടത്തിനകത്തുള്ള നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. ആ നെഗറ്റീവ് പറയുന്നതുകൊണ്ട് ആരും മോശക്കാരനാവുന്നില്ല. അപ്പം നമ്മൾ പരമാവധി ഇപ്പോൾ ഇതുപോലെയുള്ള ഈ റിവ്യൂവർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവ്യൂമാർ വളരെ മോശപ്പെട്ട ആൾക്കാരായിട്ടാണ് പലരും കാണുന്നത്. റിവ്യൂവർ ഒരിക്കലും ഒരു മോശപ്പെട്ട ആളൊന്നായിരിക്കില്ല. ആ റിവ്യൂവർ എന്ന് പറയുമ്പം ഒരു അത്യാവശ്യം സിനിമയുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്തെങ്കിലും വായിത്തൊന്നും പിടിച്ചു പറയുന്നൊന്നല്ലല്ലോ. അല്ല, അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. ഇപ്പം റിവ്യൂ ഇപ്പം അടുത്ത് വെറുതെ വൈറലാകാൻ വേണ്ടി വന്ന ഒത്തിരി ആളുകളുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വെറും വൈറലായാൽ മാത്രം മതി, 4 ആളുകൾ അറിഞ്ഞാൽ മാത്രം മതി എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ സിനിമ ഏത് കാലം മുതൽ ആളുകൾ കാണാൻ തുടങ്ങി അന്നെല്ലാം സിനിമയ്ക്ക് അഭിപ്രായങ്ങളുണ്ട്. നല്ല അഭിപ്രായങ്ങളുണ്ട്, മോശം അഭിപ്രായങ്ങളുണ്ട്. എത്രയോ നല്ല പടങ്ങൾ വന്നിട്ടുണ്ട്. ആ പടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ നെഗറ്റീവും പോസിറ്റീവായിട്ട് അഭിപ്രായങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾ പടത്തിൻ്റെ കുറച്ച് നെഗറ്റീവ് വെർഷൻ ഒരു പോസിറ്റീവ് വെർഷൻ എടുത്ത് പറയുമ്പോൾ അത് നെഗറ്റീവ് മാത്രം കണ്ടുപിടിച്ച് പറയുന്നതല്ല. അപ്പോൾ പടം നല്ലതാണെങ്കിൽ കൊള്ളാവുന്നതാണെങ്കിൽ നല്ലത് തന്നെ പറയും, മോശമാണെങ്കിൽ മോശം തന്നെ പറയും. അതിന് റിവ്യൂവർ തന്നെ വേണമെന്നില്ല. സാധാരണ ഒരാൾ പടം കണ്ട് ഇറങ്ങി കഴിയുമ്പോഴും ഇത് തന്നെ പറയത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള സിനിമകൾ നമ്മൾ ഇറങ്ങുമ്പോൾ നല്ലത് തന്നെ പറയണം. മോശമാണെങ്കിൽ അത് റിവ്യൂവർമാർ പറയുന്നത് മാത്രമല്ല, ആർക്കും വേണമെങ്കിൽ പറയാം. ആരും പടം ഭാഷ കൊടുത്ത് കണ്ടോ അവർക്ക് അതിൻ്റെ നെഗറ്റീവ് വെർഷൻ എടുത്ത് പറയാം. അപ്പോൾ സിനിമകൾ എപ്പോഴും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മേഖല തന്നെയാണ്. ഒരു കാലഘട്ടത്തിൽ ഇപ്പം നല്ല നല്ല സിനിമകൾ ഇറങ്ങി ശരിക്കും കേരളം ആ സിനിമകളെ കൊണ്ട് അറിയപ്പെട്ട സ്ഥലങ്ങളുണ്ട്, പിന്നെ ഓരോരോ ദേശങ്ങളുണ്ട്. അപ്പം നല്ല സിനിമകളും പിന്നെ സമകാലിക പ്രശ്നങ്ങളും നമ്മൾ ഒത്തിരി ബന്ധമുണ്ട്. അപ്പോൾ എല്ലാം സിനിമയും നല്ല സിനിമ ആവണമെന്നില്ല. സിനിമയുടെ
പല ഭാഗങ്ങളിലും പ്രവർത്തിച്ച ആളുകൾ തന്നെ നമ്മുടെ അടുത്ത് പറയാറുണ്ട്. എന്ത് സിനിമയുടെ ഭാഗങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. സിനിമ ഞങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് ഞങ്ങൾ പറയുവാണ്, സിനിമ വളരെ മോശപ്പെട്ടൊരു മേഖലയാണ് സിനിമ മേഖല. അതുപോലെ സിനിമകൾ ചെയ്യുന്നത് വളരെ അവസരങ്ങൾ കിട്ടണമെങ്കിൽ വളരെ മോശപ്പെട്ട എന്താ പറയുക ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോകണം. അതൊക്കെ സിനിമയെ തകർക്കാൻ വേണ്ടി പലരും പറയുന്നതാണ്. സിനിമ മേഖല എന്ന് പറഞ്ഞാൽ ഉണ്ടാവാം, 100-1 2 ഒക്കെ ഉണ്ടാവുമായിരിക്കും. എന്ന് വെച്ചാൽ എല്ലാം അങ്ങനെയല്ല. സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ്. മറ്റുള്ള എന്റർടൈൻമെന്റ് പോലെയല്ല 1 മണിക്കൂർ 2 മണിക്കൂറുടെ ശരിക്കും നമുക്ക് ആസ്വദിച്ചിറങ്ങാൻ പറ്റുന്ന ഒരു മേഖലയാണ്. അപ്പം സിനിമ എപ്പോഴും നമ്മൾ നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക. മോശപ്പെട്ടത് പറയുമ്പോഴത്തേനും മോശമാണെന്ന് പറയുകയല്ല, നമ്മൾ നെഗറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ മാത്രമേ പറയത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഒരു പടം മോശമാകുന്നൊന്നുമില്ല. അപ്പം മമ്മൂട്ടിയും നസ്ലിനും ഒക്കെ ഇപ്പം നല്ലപോലെ കേരളത്തിൽ ശരിക്കും തകർത്താടുകയാണ്. അവരുടെ പടങ്ങളെല്ലാം വമ്പൻ ഹിറ്റിലോട്ട് പോകുന്നു. അതുകൊണ്ട് അവർക്ക് ഇനിയും നല്ല അവസരങ്ങൾ ഉണ്ടാവട്ടെ. അവർക്കെന്നല്ല, എല്ലാവർക്കും നല്ല അവസരങ്ങൾ ഉണ്ടാവട്ടെ. നല്ല സിനിമകൾ ചെയ്യാൻ കഴിയട്ടെ. അവരിലൂടെ നമുക്ക് നല്ലൊരു, ഇപ്പം നസ്ലിനാണെങ്കിലും മമ്മൂട്ടിയാണെങ്കിലും അവരിലൂടെ നമുക്ക് മറ്റൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് അവരുടെ പേരിലൂടെ നമുക്ക് ഒന്നുകൂടെ പ്രസിദ്ധി നേടാൻ പറ്റും. അപ്പം എല്ലാവരും അങ്ങനെ തന്നെയാണ്. മമ്മൂട്ടിയുടെ നാട്ടിലും മോഹൻലാലിന്റെ നാട്ടിൽ പുറത്ത് പോയി കഴിഞ്ഞാൽ ഒത്തിരി പേര് അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അത് തന്നെ നമുക്കൊരു കിട്ടുന്ന ഒരു ബഹുമതി തന്നെയാണത്. എന്തായാലും നല്ല പടങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. സിനിമാക്കാരെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്. ആരും മോശക്കാരല്ല, എല്ലാവരും നല്ല കഴിവുള്ള ആളുകൾ തന്നെയാണ്. നല്ല സിനിമകൾ വരട്ടെ, എല്ലാവർക്കും നല്ല നല്ല പടങ്ങൾ കിട്ടട്ടെ. സിനിമയെക്കുറിച്ച് കൂടുതലും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് സിനിമകൾ കണ്ട് സിനിമയെ പ്രോത്സാഹിപ്പിക്കാം. അല്ലാതെ ഒരു നെഗറ്റീവ് വേർഷൻ പറഞ്ഞുകൊണ്ട് മാത്രം സിനിമ താഴ്ത്തോട്ട് പോകുന്നില്ല. അപ്പം നല്ല സിനിമകൾ വരട്ടെ, അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും നന്ദി. ഓക്കെ, ബൈ. കേരളത്തിൽ 2 ചെറുപ്പക്കാർ അഴിഞ്ഞാടുന്നുണ്ട്. ആരാ അവര്? ഒന്ന് നമ്മുടെ നസ്ലിം ബ്രോ, മറ്റേത് നമ്മുടെ എല്ലാവരുടെയും സ്വകാര്യ അഹങ്കാരമായ മമ്മൂക്ക. ഇവർ രണ്ടുപേരും മലയാള സിനിമ ശരിക്കും ഇപ്പൊ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഒരു ടാലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടാലന്റാ അല്ലേ? നസ്ലിനൊരു തുടക്കക്കാരനൊന്നുമല്ല, തുടക്കക്കാരനാണെങ്കിലും ഒരു നായകനായിട്ട് ഇങ്ങനെ തിളങ്ങുന്നത് അടുത്ത കാലത്താണ്. മറ്റ് സഹനടനായും എന്താ പറയാ സഹനടനായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പം നടനായിട്ടും ആള് ചെയ്യുന്നുണ്ട്. എങ്കിലും ചെയ്ത പടങ്ങളെല്ലാം ഹിറ്റാണ്. ഹിറ്റെന്ന് പറഞ്ഞാൽ ഹിറ്റാണ്, ഹൈ ഹിറ്റ് തന്നെയാണ്. അപ്പം ഈ നസ്ലിൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്റെ പടങ്ങളെല്ലാം നമ്മൾ താരതമ്യേന നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഒരു എന്താ പറയാ മാനസികമായിട്ടുള്ള ഒരു പൊരുത്തങ്ങളുണ്ട് എല്ലാത്തിനും പടങ്ങളുമായിട്ട്, അല്ലേ? എല്ലാ പടങ്ങളും ഏകദേശം ഒരേ സിമിലാരിറ്റി ഉള്ള പടങ്ങളാണ്. എങ്കിലും അതിൽ നല്ല കഥയുണ്ട്, നല്ലൊരു ത്രെഡുണ്ട്. സംവിധായകര്, നിർമ്മാതാക്കള് എല്ലാം ഈ ഒരു ചെറുപ്പക്കാരനെ അനുകൂലിക്കുകയാണ്. അപ്പം ചിലപ്പോൾ എല്ലാം ചൂസ് ചെയ്യുന്നതിന്റെ ഒരു ഇത് എന്താ പറയാ ഒരു രീതിയായിരിക്കും. നല്ല പടങ്ങൾ ചൂസ് ചെയ്യുന്നത്, നല്ല ഡയറക്ടേഴ്സ് ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിർമ്മാതാവ്, അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ഷൻ എല്ലാം ചൂസ് ചെയ്യുന്നത് ഒരു പ്രത്യേക കഴിവുണ്ടായിരിക്കും. എങ്കിൽ തന്നെ എല്ലാം നല്ല ഹൈ ടോപ്പ് പടങ്ങളാണ് എല്ലാം. അപ്പം മമ്മൂക്കയെ സംബന്ധിച്ചോളം മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്തൊരു ഇതിഹാസികമാണ് മമ്മൂക്കയുടെ പടങ്ങളെല്ലാം നല്ല കഥയും അതുപോലെ അതിൻ്റെ മമ്മൂട്ടിയുടെ ഒരു പക്വത എല്ലാ പടത്തിനുണ്ടാവും. ഇപ്പം ഈ ഒരു പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അടുത്ത കാലം നമ്മൾ ഇതുപോലൊരു പടം കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. മമ്മൂക്കയുടെ ഒരു എന്താ പറയുക സ്റ്റൈലിഷ് ലുക്കാണ്. ഒരു പ്രത്യേക ഒത്തിരി എന്താ പറയുക ഒരുപാട് പ്രായം തോന്നിക്കുന്ന ലുക്കാണെങ്കിലും പുള്ളി മാസ്മരികമായിട്ട് ആ പടം ചെയ്തിട്ടുണ്ട്. എന്തായാലും തകർത്തിരിക്കുക മമ്മൂക്ക. അതിന് മമ്മൂക്കയ്ക്ക് പ്രത്യേക അപ്രിഷ്യേറ്റ് ഉണ്ട് കേട്ടോ. പുള്ളി നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, അത്രയും കഴിവുള്ളൊരു മനുഷ്യൻ തന്നെയാണ്. അല്ലെങ്കിൽ ഈ ഒരു ചെറുപ്പക്കാരുടെ ഇടയിൽ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ
പ്രായം വെറും അക്കമാണ് എങ്കിലും പുള്ളി ഈ ഒരു പ്രായത്തിൽ പിടിച്ചു നിൽക്കുന്ന അത് കഴിവ് തന്നെയാണ്. അത് അത്രയും ഏജ് ആയിട്ടിരിക്കുന്ന ഒരാളും കൂടെയാണല്ലോ. അപ്പോൾ ഈ ചെറുപ്പക്കാരുടെ പിടിച്ചിരിക്കുന്ന ഒരു കഴിവ് തന്നെ വേണം. പിന്നെ നല്ല പടങ്ങളാണ് എല്ലാം ആൾക്കാർ ഡയറക്ടേഴ്സായാലും പിന്നെ പ്രൊഡ്യൂസേഴ്സായാലും കൊടുക്കുന്നത് നല്ല പടങ്ങളാണ്. ആ നല്ല പടങ്ങൾ തന്നെ പുള്ളി ചൂസ് ചെയ്യുന്നത് അടുത്ത കാലത്തൊന്നും അല്ല. പുള്ളി പണ്ട് പോലെ എല്ലാ പടങ്ങളും നല്ല പടങ്ങൾ ചൂസ് ചെയ്യാറുള്ളൂ. പിന്നെ പുള്ളിയുടെ ആ ബോഡി ലാംഗ്വേജ്, അതുപോലെ നവയൗവനം വീണ്ടെടുക്കാൻ വേണ്ടി പലതും ചെയ്ത പോലെ അതിലോട്ടൊന്നും പോയിട്ടില്ല. എങ്കിലും പുള്ളി ഇപ്പോഴും ആ ഒരു ചെറുപ്പം നല്ലപോലെ കീപ്പ് ചെയ്യുന്ന ഒരു മനുഷ്യൻ തന്നെയാണ്. അപ്പം മമ്മൂക്കയുടെ പണ്ട് മുതലുള്ള പടങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം മൃഗയ അല്ലെങ്കിൽ പന്തംമാട അങ്ങനെയുള്ള പടങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഡോക്ടർ അംബേദ്കർ അങ്ങനെയുള്ള പടങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും വ്യത്യസ്തമായ കഥാപാത്രങ്ങളായിരിക്കും. ആ കഥാപാത്രങ്ങളെല്ലാം നല്ല നമുക്ക് മനസ്സിന് ഇണങ്ങുന്ന കഥാപാത്രങ്ങളാണ്. ആ ഒരു എന്താ പറയുക, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കഥാപാത്രങ്ങളായിരുന്നു ഇതെല്ലാം. പിന്നെ പുള്ളിയെ സംബന്ധിച്ചോളം ആളുകളായിട്ട് ഇടപഴകുന്നതും എല്ലാം മമ്മൂക്കയുടെ ഒരു പ്രത്യേക ഒരു സാധാരണ മനുഷ്യനെ പോലെയാണ് പുള്ളിയുടെ ഒരു ഇടപഴകലും. പിന്നെ പൊതുസമൂഹത്തിലോട്ട് വരുന്നതാണെങ്കിലും ഇപ്പം സിനിമയുടെ പ്രൊമോഷൻ വരികയാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ എന്തോ സമൂഹത്തിലൂടെ ഇറങ്ങുന്നത് തന്നെ പുള്ളി ഒരു സാധാരണക്കാരൻ്റെ ലുക്കിലൂടെ പുള്ളി ഇറങ്ങത്തുള്ളൂ. പുള്ളിയെ സംബന്ധിച്ചോളം അതൊരു എന്താ പറയുക, അത് ഒരു ഭയങ്കര ഒരു ഇതാണ്. എന്താ പറയുക, പുള്ളിയുടെ ഒരു ഉള്ളിലുള്ള നന്മ തന്നെ അത്. അല്ലാതെ ഇപ്പം ജാടയെങ്കിൽ കാണിച്ചെന്ന് ഇറങ്ങേണ്ട കാര്യമൊന്നും പുള്ളിക്ക് ഇല്ല. അങ്ങനെ ഇറങ്ങുന്നവരുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ മമ്മൂക്കകളും പിന്നെ ഇൻഡസ്ട്രിയിൽ ആളുകൾക്ക് എപ്പോഴും ഒരു അച്ഛൻ്റെ സ്ഥാനമോ അല്ലെങ്കിൽ ഒരു സഹോദരൻ്റെ സ്ഥാനമോ ഒക്കെ കൊടുക്കുന്ന ഒരു പുള്ളി മമ്മൂക്ക തന്നെ ഉള്ളൂ. ആളുകൾ കൂടുതലും മമ്മൂക്കയുടെ കീഴിൽ വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഏറ്റവും വലിയൊരു ചേട്ടനെ കിട്ടിയ പോലെയുള്ള ഒരു അംഗീകാരം തന്നെയാണ് അത്. അപ്പോൾ ആളുകൾക്ക് ഇടപഴകാനും മമ്മൂക്കയുടെയാണ്. മറ്റുള്ള നടന്മാരെന്ന് പറയുമ്പോൾ അവരും മോശക്കാരല്ല, എങ്കിലും മമ്മൂക്കയോടാണ് ആളുകൾക്ക് കൂടുതലൊരു ഇൻട്രാക്റ്റ് ഉള്ളത്. പിന്നെ പിന്നെ ഈ അടുത്ത കാലത്ത് നമ്മൾ പടങ്ങളിൽ ചില ആളുകൾ പിന്നെ എന്താ പറയുക, ചെറുപ്പം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ അവരുടെ കരിയർ നശിപ്പിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. കരിയർ നശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര തോൽവിയായിപ്പോയി. അതൊരു ചെയ്യരുതായിരുന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ നമ്മളത് കൂടുതലും ആളുകൾ ആ ഒരു നടനെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ നമ്മൾ വിശ്വസിക്കുകയാണ്. പുള്ളി ചെയ്യുന്ന പടങ്ങളാണെങ്കിലും പിന്നെ മറ്റെന്താണെങ്കിലും നമ്മൾ പുള്ളിയെ സ്നേഹിക്കുകയാണ്. പഴയ ഒരു കുസൃതി നിറഞ്ഞ ഒരു മുഖമൊന്നും നമുക്കിപ്പം ആളിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ അതൊന്നും പുള്ളി ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം ആളുകൾ നമ്മൾ പ്രേക്ഷകരത് പുള്ളിയുടെ ആ ഒരു കുഞ്ഞു മനസ്സാണ്, നമ്മൾ ആ മുഖം എല്ലാം നമ്മൾ ഓമനിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ പുള്ളി ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഫേസ് കൊണ്ടുപോയി നശിപ്പിച്ചെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വേറെ പറഞ്ഞു വന്ന വേറെ അല്ല, നമ്മുടെ ശരിക്കും ലാലേട്ടനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ശരിക്കും ഒരു ഇതിഹാസം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങിയ മലയക്കോട്ടെ വാലിബനൊക്കെ ശരിക്കും പിന്നെ കഥയില്ലാത്തതുകൊണ്ടല്ല, നല്ല കഥയും നല്ല തിരുക്കഥയും പേര് കേട്ട ഡയറക്ടേഴ്സൊക്കെ തന്നെയാണ്. പക്ഷെ എവിടെയാണ് ആ സിനിമയ്ക്കൊരു ഫ്ലോപ്പ് വന്നത്? പടം ഫ്ലോപ്പായിട്ടൊന്നുമില്ല, നല്ല കുഴപ്പമില്ലാത്ത പടം തന്നെയാണ്. പക്ഷെ എവിടെയോ ഒരു എന്താ നടന്ന, ഡയറക്ടർ നല്ല ഡയറക്ടറാണ്. അതായത് പിന്നെ അതിൻ്റെ ലാലേട്ടനാണെങ്കിലും ഒട്ടും മോശമല്ല, നല്ല കഴിവുള്ള മനുഷ്യൻ തന്നെയാണ്. അപ്പം എവിടെയാണ് ഈ പടത്തിന് ഒരു വീക്ക് വന്നതെന്നുള്ളതൊരു ഫ്ലോപ്പായിട്ടുള്ളതെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല. ആളുകൾ ഇത്ര നെഗറ്റീവ് പറയും. ഞാൻ കണ്ടു, ഞാൻ നോക്കിയിട്ട് എനിക്ക് അതിൻ്റെ വലിയ കുഴപ്പമൊന്നും തോന്നിയൊന്നുമില്ല. പക്ഷെ എന്നാലും ഓൾ ഓവർ ആളുകൾ നോക്കുമ്പോൾ അതിനകത്ത് എന്തോ ഒരു ഫാൾട്ട് ഉള്ളതുപോലെയാണ്. അപ്പം എൻ്റെ ഡയറക്ടറായ ലിജോ ജോസ് പറഞ്ഞേക്കുന്നത്, ഇപ്പം നമ്മൾ അത്ര ബാഹുബലി പോലെ അല്ലെങ്കിൽ ആ ഗണത്തിൽപ്പെടുന്ന പടങ്ങൾ KGF പോലെ നമ്മൾ പോയി ചെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ അത്ര ഒരു മൈലേജ് ഇതിന് കിട്ടുകയില്ല. കാരണം അത്ര പിന്നെ ആക്റ്റീവായിട്ടുള്ളൊരു പടമല്ല. അതായത് നമ്മൾ ഈ ബാഹുബലി കണ്ടില്ല, അതിനകത്ത് അത്രയും പിന്നെ ഒരു എന്താ പറയുക, ആള് ഈ ഒരു സ്പീഡപ്പ് പടമല്ല അത്. അപ്പോൾ നമ്മളൊരു അതിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ അത്രയും ഒരു സ്ലോലി ആയിട്ടുള്ളൊരു കഥ തന്നെയാണ് അത്. അപ്പം അതിന് നമ്മൾ പോയിട്ട് അത് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഹൈപ്പ് കണ്ടുവച്ച് നമ്മൾ പോയി കണ്ടു കഴിഞ്ഞതാണ് നമ്മുടെ ഒരു ഫാൾട്ട്, ഏറ്റവും വലിയ ഫാൾട്ട്. അത്ര ഹൈപ്പും പിന്നെ പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഭയങ്കര ഹൈപ്പായിരുന്നു പടത്തിന് കൊടുത്തത്. അത്ര ഹൈപ്പ്
ഇതിന് വന്നിട്ടുണ്ടായിരുന്നു. ആ ഹൈപ്പിനോളം എൻ്റെ പടം അങ്ങോട്ട് കയറി വന്നിട്ടില്ല. എന്തായാലും കുഴപ്പമില്ല, നല്ല കുഴപ്പമില്ലാത്തൊരു പടം തന്നെയായിരുന്നു. അപ്പം ഇനിയുള്ള പടങ്ങളെങ്കിലും തിരഞ്ഞെടുക്കുമ്പം ഒരാളും പരമാവധി അത് ശ്രദ്ധിക്കണം. അതായത് എന്തുകൊണ്ടാണ് അങ്ങനെ വീഴ്ച വന്നൊരു ആളുകൾ എപ്പോഴും ഈ ഒരു മനോഭാവത്തോടെ എടുക്കുന്നുള്ളത് ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ആരാണെങ്കിലും ഇനിയൊരു എന്താ പറയുക, ഒരു നല്ലൊരു പടമോ ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി ഇതുപോലെ ഒരു പടം ആവരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നല്ല നല്ല പടങ്ങൾ ഇനിയും വരട്ടെ എന്നുള്ളൊരു കാഴ്ചപ്പാടും കൂടെ ഉണ്ട്. മോഹൻലാൽ എന്ന് പറയുന്ന നടന് പണ്ട് പോലെ നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഒത്തിരി പടങ്ങൾ അദ്ദേഹത്തിൻ്റെതായ പടങ്ങളുണ്ട്. പിന്നെ നല്ല നല്ല എന്താ പറയുക, അത്ര നമ്മൾ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്ത ഒരുപാട് പടങ്ങളാണ് അതൊക്കെ. അത് നമ്മൾ പ്രത്യേകം നമ്മൾ എടുത്ത് പറയേണ്ടത് തന്നെ ഉണ്ട്. ഇപ്പോൾ പഴയ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഴയകാലത്ത് അദ്ദേഹത്തിൻ്റെ പടങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മളൊരു അത്ര നമ്മൾ പുള്ളിയെ നെഞ്ചോട് ചേർത്ത് വെച്ചൊരു സിനിമകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരു നടൻ എന്ന രീതിയിൽ പുള്ളി അത് ശരിക്കും കൈകാര്യം ചെയ്യണമായിരുന്നു. അതൊക്കെ മനസ്സിലാക്കണമായിരുന്നു ജനങ്ങളുടെ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഇഷ്ടം എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു മേക്ക് ഓവർ നടത്തുമ്പോൾ തന്നെ ശരിക്കും അതിനെക്കുറിച്ചൊരു പഠനം നടത്തണമായിരുന്നു. അത് ഭയങ്കര ഒരു ഫാൾട്ടാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ഇപ്പം എന്ന് പറഞ്ഞാൽ തിയേറ്ററുകളിൽ നമ്മൾ സമകാലിക പടങ്ങളോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള പടങ്ങൾ വന്നു കഴിഞ്ഞാൽ നല്ലപോലെ കയറിപ്പോകുന്ന പടങ്ങൾ തന്നെയാണ്. അപ്പം ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക്, ഈ ഒരു തലമുറയ്ക്ക് വേണ്ട പടങ്ങളെന്ന് പറഞ്ഞാൽ നല്ല ഏത് ഗണത്തിലുള്ള പടം വന്നാലും ഈ ഒരു തലമുറ സ്വീകരിക്കുന്നതാണ്. പക്ഷെ അതിനകത്തൊരു കഥയും അതിൻ്റെ ഒരു സമകാലികമായിട്ടുള്ള എന്താ പറയുക, ഒരു ഒറിജിനാലിറ്റിയും കൂടെ വേണം എല്ലാം. നമ്മളിപ്പോൾ ഒരു സിനിമയ്ക്കകത്ത് നമ്മളൊരു കഥ കണ്ടു കഴിഞ്ഞാൽ അതിങ്ങനെയൊക്കെ സംഭവിക്കുമോ? അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടും കൂടെ ആൾക്കാർക്കുണ്ട്. യഥാർത്ഥ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത് നമ്മൾ കാണേണ്ടത് തന്നെയുണ്ട്. ഇപ്പം ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മുടെ ഈ ജയസൂര്യ, കുഞ്ചാക്കോ ബോബൻ, അല്ലെങ്കിൽ ആസിഫ് അലി, ഇങ്ങനെയുള്ള ആളുകൾ, സൗബിൻ, ഒരുപാട് നടന്മാർ, അജു വർഗീസ്, അങ്ങനെ ഒരുപാട് ഒരു കൂട്ടുകെട്ട് തന്നെയുണ്ട്. അപ്പം ഇവരുടെയൊക്കെ പടങ്ങളും അത്യാവശ്യം ആവറേജായിട്ട് കുഴപ്പമില്ലാതെയൊക്കെ ഓടുന്ന പടങ്ങൾ തന്നെയാണ്. എന്നാലും അതിനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പം അവരെക്കാളും ഒരു സ്റ്റാർ വാല്യൂ വരുന്നത് ഇപ്പം ഒരു നമ്മൾ നസ്ലിൻ എന്ന് പറഞ്ഞ പ്രോയെ കുറിച്ചാണ്. നസ്ലിൻ പ്രോ ചെയ്ത പടങ്ങളൊക്കെ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ എല്ലാം നല്ല ഹൈപ്പ് പടങ്ങൾ, നല്ല ടോപ്പ് പടങ്ങൾ തന്നെ, ഹൈ റേഞ്ച് പടങ്ങൾ തന്നെ. അപ്പം എല്ലാത്തിനും അതിൻ്റെ ഒരു എന്താ പറയുക, ദീർഘവീക്ഷണമുള്ള ഒരു പയ്യൻ തന്നെയാണ്. അപ്പം മറ്റ് നടന്മാരെ സംബന്ധിച്ചോളം പിന്നെ ഇപ്പം നല്ല ലെവലിലോട്ട് കയറി വരുന്ന നടൻ തന്നെയാണ് നസ്ലിൻ. നസ്ലിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഹൈ പടം തന്നെയാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്, പ്രേമലു എന്ന് പറഞ്ഞ പടം. ഈ പ്രേമലുവിൻ്റെ ശരിക്കും അതിനകത്തുള്ളൊരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ആ കണ്ടന്റ് അത്രയും ആളുകളിലോട്ട് എത്തിക്കുന്ന ഒരു കണ്ടന്റ് തന്നെയാണ്. എന്ന് വെച്ചാൽ മറ്റുള്ള പടങ്ങളുടെ കണ്ടന്റ് എത്തുന്നില്ല എന്നല്ല, ആളുകൾക്കത് സ്വീകാര്യതയുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാലും ഈ നസ്ലിൻ എന്ന് പറയുന്ന ആളുടെ ഒരു ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആ ഒരു രീതിയൊക്കെ അത്രയും നമുക്ക് കൂടുതലും മാനസികമായിട്ട് നമുക്ക് ഒരു അടുത്ത് ഇടപഴകാൻ പറ്റുന്ന ഒരു പയ്യൻ തന്നെയാണത്. അതുപോലെ തന്നെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ദുൽഖറൊക്കെ സിനിമയിലോട്ട് വരുന്ന കാലത്ത് ശരിക്കും നമ്മൾ ഒരു പെട്ടെന്ന് മമ്മൂക്കയുടെ മകനാണെങ്കിലും പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നു. സെക്കൻഡ് ഷോ പോലുള്ള പടങ്ങളിലൂടെയാണ് ദുൽഖർ വന്നിരിക്കുന്നത്. ആ ആളിപ്പം വന്ന് അങ്ങ് പാൻ ഇന്ത്യൻ സ്റ്റാർ വരെ ആയിരിക്കുകയാണ്. അപ്പോൾ ഈ പാൻ ഇന്ത്യൻ സ്റ്റാർ ലെവലിലോട്ട് എത്തിരിക്കുന്ന നടന് ഒരിക്കലും ഒരു ഫ്ലോപ്പ് പടത്തിലോട്ട് ഇനി പോവുകയില്ല. ഈ ഫ്ലോപ്പ് പടം എന്ന് പറഞ്ഞാൽ പടം ഇറങ്ങുമ്പോൾ ഫ്ലോപ്പാന്ന് പറഞ്ഞിട്ട് ഇറക്കുന്നതല്ലെങ്കിലും അത് അതിനകത്തുള്ള ഒരു എന്താ പറയുക, ടെക്നിക്കലായിട്ടുള്ള ഒരു വിഷയങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. ടെക്നിക്കലായിട്ടും അതിൻ്റെ കഥയുടെ തന്തുകളൊക്കെ ആയിട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതാണ് ഈ പടം ഫെയിലിയർ വരാൻ കാരണം. ഇപ്പോൾ നമ്മുടെ ദുൽഖറിൻ്റെ തന്നെ അടുത്ത കാലത്ത് ഇറങ്ങിയ പടം കൊത്ത എന്ന മൂവി നല്ലൊരു പടം തന്നെയാണ്. നല്ലൊരു സമകാലിക പടം തന്നെയാണ്. അത് പഴയ കാലങ്ങളിലെ ഒരു എന്താ പറയുക, ആ ഒരു കാലഘട്ടത്തെ കാണിക്കുന്ന ചില ചിത്രങ്ങളൊക്കെ തന്നെ അടുത്ത കാലത്തിൻ്റെ RDX ആണെങ്കിലും അങ്ങനെയുള്ള പടങ്ങളൊക്കെ പഴയ കാലത്തിൻ്റെ ഒരു ഇത് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ വന്നു കഴിയുമ്പോൾ ട്രെൻഡ് തന്നെയാണ്. പക്ഷെ കൊത്തയുടെ ചില ഭാഗങ്ങൾ നമ്മൾ നോക്കുമ്പം ശരിക്കും അത് വേണ്ടില്ലായിരുന്നു, കുറച്ചുകൂടെ വ്യത്യാസപ്പെടുത്താന്നുള്ള ഒരു കാഴ്ചപ്പാട് തന്നെ ഉണ്ടായിരുന്നത്. അത് ഒന്നുകൂടെ ന്യായമായിട്ട് ചെയ്തെടുക്കാൻ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ RDX ആണെങ്കിലും RDXും സെയിം ഏകദേശം ആ ഒരു ഇതിൽ വരുന്ന പടം തന്നെയാണെങ്കിലും പക്ഷെ നല്ലൊരു ഹൈപ്പ് കൊടുത്ത പടമായതാണ് കൊത്തയ്ക്ക് നല്ല ഹൈപ്പ് കൊടുത്തായിരുന്നു. അപ്പോൾ ആ ഒരു പടം നമുക്ക് താഴത്തോട്ട് പോകുമ്പോൾ ആളുകൾക്ക് പൊതുവെ ഇഷ്ടപ്പെടാനുള്ളൊരു എന്താ പറയുക, പടത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല.
പക്ഷേ RDX എന്ന് പറയുമ്പോൾ RDXനകത്ത് അത്രയും ഒരു പിന്നെ അത്ര വലിയ എന്താ പറയുക കോടികൾ മുടക്കിയിട്ടുള്ള പടമൊന്നും അല്ലെങ്കിൽ ഒരു സാധാ കൊമേഴ്ഷ്യൽ പടമാണെങ്കിലും അതിനകത്ത് അത്രയും നല്ല എന്താ പറയുക ഒരു പല എന്താ പറയുക ചെറുപ്പക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ചില കണ്ടന്റുകൾ അതിനകത്തുണ്ട്. അതാണ് പടം നല്ല ഹൈ ആയിട്ട് കയറി പോകുന്നത്. എല്ലാ കാര്യത്തിലും നമുക്കിപ്പോൾ അത് എല്ലാ പടങ്ങളിലും ഇപ്പം നമുക്കത് കിട്ടണമെന്ന് പറഞ്ഞിട്ട് നടക്കില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ മലയക്കോട്ടെ വാലിബനാണെങ്കിലും മോഹൻലാലിൻ്റെ തന്നെ അതിന് മുമ്പ് ഇറങ്ങിയ കുറേ ഒത്തിരി പടങ്ങളുണ്ട്. അതൊക്കെ ഈ ഒരു 1 by 1 ആയിട്ട് താഴത്തോട്ട് പോകുമ്പം അദ്ദേഹത്തിൻ്റെ കരിയറിനെ ബാധിക്കുകയാണ്. ഇപ്പം ചില ഡയറക്ടർമാർ എനിക്ക് തോന്നുന്നത് കച്ച കെട്ടി ഇറങ്ങിയൊക്കെയാണ്. അതുപോലെ അത്രയും കഴിവുള്ളൊരു മനുഷ്യനെ താഴ്ത്താനും അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ ഒരു സ്റ്റാർ വാല്യൂ ഇല്ലാതാക്കാനും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു സമൂഹത്തിൽ ഒരു ഒരു എന്താ പറയുക ഒരു വിലയില്ലാത്ത രീതിയിൽ കൊണ്ടുവരുന്ന ചില ഡയറക്ടർമാർ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. അടുത്തടുത്ത് നമുക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഈ നമ്മുടെ ഈ ഒരു പടം ഫസ്റ്റ് ഇറങ്ങിയ ഒരു ആറാട്ടം എന്ന് പറയുന്ന പടം, അതിനകത്തൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിനകത്ത് കാണിച്ചു വെച്ചേക്കുന്നത്, പല സിനിമകളുടെ ഡയലോഗ് അതിനകത്ത് കൊണ്ടുവന്ന് പറയുകയാണ്. പല സിനിമകളുടെ ഡയലോഗ്, പഴയ കാലത്തെ സിനിമകളുടെ ഡയലോഗ് അതിനകത്ത് കുറച്ച് കാശി കഴിയുമ്പോൾ എനിക്ക് അതിനകത്ത് ഒരു കോമാളിയുടെ ഒരു ഇതാണ് കാണിക്കുന്നത്. സംഭവം അദ്ദേഹം നല്ല നടനും കാര്യങ്ങളൊക്കെയാണ്, അഭിനയം നല്ല നല്ല അഭിനയം കാര്യങ്ങൾ. പക്ഷെ അതിനകത്ത് വരുന്ന അവർക്ക് കൊടുക്കുന്ന ഡയലോഗുകൾ, അതിൻ്റെ ഡെലിവറി, അതുപോലെ എന്താ പറയുക അതിൻ്റെ ഒരു നല്ലൊരു കണ്ടന്റ് അതിനകത്ത് വരുന്നില്ല. ആ കണ്ടന്റ് ഒരു കഥ അതിനകത്ത് പുറത്തോട്ട് വരുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ചില പടങ്ങൾ അങ്ങനെ ഫ്ലോപ്പായി പോയിട്ടുള്ളത്. ശരിക്കും ലാലേട്ടനൊക്കെ അത്രയും കഴിവുള്ളൊരു മനുഷ്യല്ലേ. നമ്മൾ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എല്ലാത്രയും സർവ്വ മാനരസങ്ങളും പുറത്തോട്ട് വരുന്ന ഒരു നടനാണ്. അപ്പോൾ അദ്ദേഹത്തിനൊന്നും ഒരിക്കലും നമ്മൾ ഇതുപോലെയുള്ള പടങ്ങൾ വെച്ചിട്ട് ഒരു സ്റ്റാർ വാല്യൂ ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള പദവി ഇല്ലാതാക്കുകയോ ഒക്കെ അത് ചെയ്യുന്നത് വളരെ ഒരു വേദനിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ എല്ലാ നടന്മാരും മലയാള സിനിമയിലെല്ലാം നടന്മാരും കഴിവുള്ള ഒത്തിരി നടന്മാരുണ്ട്. അപ്പോൾ ഈ നടന്മാരുടെയൊക്കെ ഒരു സ്റ്റാർ വാല്യൂ ഒരിക്കലും കുറഞ്ഞു പോകത്തില്ല. അപ്പോൾ ഇതുപോലെയുള്ള ഡയറക്ടർമാർ വന്നു കഴിഞ്ഞാൽ പൊതുവെ നമുക്ക് എന്താ പറയുക ഒരു പടം ഫ്ലോപ്പായി പോകുന്ന രീതിയിലോട്ട് എത്തുന്നത്. നല്ല നല്ല കഥകളും നല്ല നല്ല ഡയറക്ടേഴ്സും എന്നും മലയാള സിനിമയ്ക്ക് ആവശ്യമാണ്. പുതിയ കാലത്തിന് പുതിയ കഥകൾ വേണം, പുതിയ ഡയറക്ടേഴ്സ് വേണം, അതുപോലെയുള്ള നടന്മാർ വേണം, ഹീറോയും വേണം. എല്ലാം പുതിയ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ പഴയ കാലത്തുള്ള ആളുകളൊക്കെ പുതിയ കാലത്തോട്ട് കയറി വരുന്നതെന്ന് പറഞ്ഞാൽ അവർ ആ കാലഘട്ടത്തിനനുസരിച്ച് അവർക്ക് എത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ്. അപ്പം മമ്മൂട്ടി, മോഹൻലാലും, ദുൽഖറും, ജസൂയ, കുഞ്ചാക്കോ ബോബൻ ഇവരാരും, ആസിഫ് അലി ആണെങ്കിലും ആരും മോശക്കാരൊന്നുമല്ല. എല്ലാവരും നല്ല ഒന്നിനൊന്നും വെച്ചുള്ള കഴിവുള്ള നടന്മാർ തന്നെയാണ്. എങ്കിലും ഇപ്പോൾ അടുത്തിറങ്ങിയ പടങ്ങളിലെല്ലാം നമ്മൾ വെച്ച് നോക്കുമ്പം ചില എന്താ പറയുക അത്യാവശ്യം കൊള്ളാവുന്ന പടങ്ങളിൽ പെട്ടതാണ് ഈ പ്രേമയുഗം. ഇതെല്ലാം നല്ല കഥ തന്നെയാണ് അതിനകത്ത് വരുന്നത്. അപ്പം അതൊരു ശരിക്കും നമ്മുടെ ആളുകൾ കണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുവാനും അങ്ങനെ നല്ല പടങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിനെ നമ്മൾ നെഗറ്റീവ് പറഞ്ഞ് അതിൻ്റെ ഒരു റിവ്യൂ പറയുന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു പടം നാശമായി പോകുന്നില്ല. റിവ്യൂ എന്ന് പറഞ്ഞാൽ ആ പടത്തിൻ്റെ എന്താ പറയുക നെഗറ്റീവ് വെർഷനുകളും പോസിറ്റീവ് വെർഷനുകളും പറയുന്നതിനാണ് റിവ്യൂ ശരിക്കും വേണ്ടി. ഒരു പടത്തിനകത്ത് നെഗറ്റീവ് ഉണ്ടാകും, പോസിറ്റീവ് ഉണ്ടാകും. 150-200 രൂപ കൊടുത്ത് ഒരാൾ സിനിമ കണ്ടു കഴിയുമ്പോൾ ആ സിനിമയുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഈ കാണുന്ന വ്യക്തിക്കുണ്ട്. ആര് കാശ് കൊടുത്ത് കാണുന്നോ അവർക്ക് ഈ സിനിമയുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇല്ലയെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഇപ്പം പടം കയറി കണ്ട് ഇറങ്ങി കഴിയുമ്പോൾ നീ പൈസ തന്നിട്ടല്ലല്ലോ പടം കണ്ടെന്നല്ലല്ലോ പറയുന്നത്. നമ്മൾ പൈസ കൊടുത്ത് ടിക്കറ്റ് കൊടുത്ത് പടം കയറി കാണുന്നു, അത് കണ്ട് തിരിച്ചിറങ്ങി കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ അഭിപ്രായം പറയുന്നു. ആ അഭിപ്രായത്തിന് ആർക്കും വരക്കാൻ പറ്റിയില്ല. അപ്പോൾ അഭിപ്രായം പറഞ്ഞെന്ന് വിചാരിച്ചാൽ പടത്തിൻ്റെ നെഗറ്റീവ് എടുത്ത് പറഞ്ഞുകൊണ്ട് വിചാരിച്ചാൽ പടം പൊളിയത്തില്ല. ആ പടത്തിനകത്തൊരു കഥയും അതിൻ്റെതായ ഒരു ത്രെഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പടം കയറിപ്പോവും. ഇപ്പം അങ്ങനെ ഒരു അടുത്ത കാലത്ത് ഇറങ്ങിയ എല്ലാ പടങ്ങളിലും റിവ്യൂ പറഞ്ഞു അതുകൊണ്ട് പടം പൊട്ടി എന്ന് പറയുന്നതിൽ കാര്യമില്ല. അപ്പം അടുത്ത ഈ ഒരു കുറഞ്ഞ കാലം കൊണ്ടാണ് ഈ റിവ്യൂ എന്ന് പറയുന്ന സംഭവം തന്നെ കേരളത്തിൽ വരുന്നത്. അപ്പം അതിന് റിവ്യൂ കൊണ്ട് ഒരു പടം നാശമായി പോകുന്ന റിവ്യൂ പറയുന്ന ആളുകൾ അവരുടെ ഒരു എന്താ പറയുക അവർക്ക് അവരുടെ ചാനലുകളുണ്ടാവും. അവരതിനു വേണ്ടി ത്രെഡും അതിന് കണ്ടന്റും ഉണ്ടാക്കി അതാണ് അവർ റിവ്യൂവിന് വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ അവർക്കൊരു ചാനലിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി മാത്രമല്ല, അവർ റിവ്യൂ പറയുമ്പോൾ പടത്തിൻ്റെ എല്ലാ നെഗറ്റീവ്സും അവരെടുത്ത് പറയും.
അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പം പടം കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ പടത്തിന് എന്തൊക്കെ നെഗറ്റീവ് ഉണ്ടോ അത് ഞാൻ പുറത്തിട്ട് തീർത്ത് പറയും. അപ്പോൾ നിങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പടത്തിൻ്റെ എല്ലാ നെഗറ്റീവ് വെർഷനും പോസിറ്റീവ് വെർഷനും പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരാളുടെ വായ അടയ്ക്കാൻ പറ്റത്തൊന്നുമില്ല. നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് പടം പൊട്ടിപ്പോയി അങ്ങനെ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നാക്കി പറയാമായിരുന്നു എന്നൊന്നും ആരും പറയത്തില്ല. ആർക്കും പടത്തിൽ ഒരു സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയാം. അഭിപ്രായം പറഞ്ഞ് ആ സിനിമ എത്രയും മോശപ്പെട്ട രീതിയിൽ ആരും സംസാരിക്കത്തൊന്നുമില്ല. അപ്പോൾ പടത്തിനകത്തുള്ള നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. ആ നെഗറ്റീവ് പറയുന്നതുകൊണ്ട് ആരും മോശക്കാരനാവുന്നില്ല. അപ്പോൾ നമ്മൾ പരമാവധി ഇപ്പോൾ ഇതുപോലെയുള്ള ഈ റിവ്യൂവർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവ്യൂമാർ വളരെ മോശപ്പെട്ട ആൾക്കാരായിട്ടാണ് പലരും കാണുന്നത്. റിവ്യൂവർ ഒരിക്കലും ഒരു മോശപ്പെട്ട ആളൊന്നായിരിക്കില്ല. ആ റിവ്യൂവർ എന്ന് പറയുമ്പം ഒരു അത്യാവശ്യം സിനിമയുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്തെങ്കിലും വായിത്തൊന്നും വിളിച്ചു പറയുന്നൊന്നല്ലല്ലോ. അല്ല, അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. ഇപ്പം റിവ്യൂ ഇപ്പം അടുത്ത് വെറുതെ വൈറലാകാൻ വേണ്ടി വന്ന ഒത്തിരി ആളുകളുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വെറും വൈറലായാൽ മാത്രം മതി, 4 ആളുകൾ അറിഞ്ഞാൽ മാത്രം മതി എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ സിനിമ ഏത് കാലം മുതൽ ആളുകൾ കാണാൻ തുടങ്ങി അന്നെല്ലാം സിനിമയ്ക്ക് അഭിപ്രായങ്ങളുണ്ട്. നല്ല അഭിപ്രായങ്ങളുണ്ട്, മോശം അഭിപ്രായങ്ങളുണ്ട്. എത്രയോ നല്ല പടങ്ങൾ വന്നിട്ടുണ്ട്. ആ പടങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് അതിനൊക്കെ നെഗറ്റീവും പോസിറ്റീവായിട്ട് അഭിപ്രായങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾ പടത്തിന്റെ ഒരു കുറച്ച് നെഗറ്റീവ് വെർഷൻ ഒരു പോസിറ്റീവ് വെർഷൻ എടുത്ത് പറയുമ്പോൾ അത് നെഗറ്റീവ് മാത്രം കണ്ടുപിടിച്ച് പറയുന്നതല്ല. അപ്പോൾ പടം നല്ലതാണെങ്കിൽ കൊള്ളാമെന്നാണെങ്കിൽ നല്ലത് തന്നെ പറയും, മോശമാണെങ്കിലും മോശം തന്നെ പറയും. അതിന് റിവ്യൂവർ തന്നെ വേണമെന്നില്ല. സാധാരണ ഒരാൾ പടം കണ്ട് ഇറങ്ങി കഴിയുമ്പോഴും ഇത് തന്നെ പറയത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള സിനിമകൾ നമ്മൾ ഇറങ്ങുമ്പോൾ നല്ലത് തന്നെ പറയണം. മോശമാണെങ്കിൽ അത് റിവ്യൂവർമാർ പറയുന്നത് മാത്രമല്ല, ആർക്കും വേണമെങ്കിൽ പറയാം. ആരും പടം ഭാഷ എടുത്ത് കണ്ടോ അവർക്ക് അതിന്റെ നെഗറ്റീവ് വെർഷൻ എടുത്ത് പറയാം. സിനിമകളെപ്പോഴും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മേഖല തന്നെയാണ്. ഒരു കാലഘട്ടത്തിൽ ഇപ്പം നല്ല നല്ല സിനിമകൾ ഇറങ്ങി ശരിക്കും കേരളം ആ സിനിമകൾ കൊണ്ട് അറിയപ്പെട്ടത് സ്ഥലങ്ങളുണ്ട്, പിന്നെ ഓരോരോ ദേശങ്ങളുണ്ട്. അപ്പം നല്ല സിനിമകളും പിന്നെ സമകാലിക പ്രശ്നങ്ങൾ നമ്മൾ ഒത്തിരി ബന്ധമുണ്ട്. അപ്പോൾ എല്ലാം സിനിമയും നല്ല സിനിമ ആവണമെന്നില്ല. സിനിമയുടെ പല ഭാഗങ്ങളിലും പ്രവർത്തിച്ച ആളുകൾ തന്നെ നമ്മളെടുത്ത് പറയാറുണ്ട്. സിനിമയുടെ ഭാഗങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. സിനിമ ഞങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് ഞങ്ങൾ പറയുവാണ്, സിനിമ വളരെ മോശപ്പെട്ടൊരു മേഖലയാണ് സിനിമ മേഖല. അതുപോലെ സിനിമകൾ ചെയ്യുന്നത് വളരെ പിന്നെ അവസരങ്ങൾ കിട്ടണമെങ്കിൽ വളരെ മോശപ്പെട്ട എന്താ പറയുക ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോകണം. അതൊക്കെ സിനിമയെ തകർക്കാൻ വേണ്ടി പലരും പറയുന്നതാണ്. സിനിമ മേഖല എന്ന് പറഞ്ഞാൽ ഉണ്ടാവാം, 100-ൽ 1-ഓ 2-ഓ ഒക്കെ ഉണ്ടാവുമായിരിക്കും. എന്ന് വെച്ചാൽ എല്ലാം അങ്ങനെയല്ല. സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ്. മറ്റുള്ള എന്റർടൈൻമെന്റ് പോലെയല്ല 1 മണിക്കൂർ 2 മണിക്കൂറുകൾ ശരിക്കും നമുക്ക് ആസ്വദിച്ചിറങ്ങാൻ പറ്റുന്ന ഒരു മേഖലയാണ്. അപ്പം സിനിമ എപ്പോഴും നമ്മൾ നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക. മോശപ്പെട്ടത് പറയുമ്പോഴത്തേനും മോശമാണെന്ന് പറയുകയല്ല. നമ്മൾ നെഗറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ മാത്രമേ പറയത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഒരു പടം മോശമാകുന്നൊന്നുമില്ല. അപ്പം മമ്മൂട്ടിയും നസ്ലിനും ഒക്കെ ഇപ്പം നല്ലപോലെ കേരളത്തിൽ ശരിക്കും തകർത്താടുകയാണ്. അവരുടെ പടങ്ങളെല്ലാം വമ്പൻ ഹിറ്റിലോട്ട് പോകുന്നു. അതുകൊണ്ട് അവർക്ക് ഇനിയും നല്ല അവസരങ്ങൾ ഉണ്ടാവട്ടെ. അവർക്കെന്നല്ല, എല്ലാവർക്കും നല്ല അവസരങ്ങൾ ഉണ്ടാവട്ടെ. നല്ല സിനിമകൾ ചെയ്യാൻ കഴിയട്ടെ. അവരിലൂടെ നമുക്കും നല്ലൊരു ഇപ്പം നസ്ലിനാണെങ്കിലും മമ്മൂക്കാണെങ്കിലും അവരിലൂടെ നമുക്ക് മറ്റൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് അവരുടെ പേരിലൂടെ നമുക്ക് ഒന്നുകൂടെ പ്രശസ്തി നേടാൻ പറ്റും. അപ്പം എല്ലാവരും അങ്ങനെ തന്നെയാണ്. മമ്മൂട്ടിയുടെ നാട്ടിലും മോഹൻലാലിന്റെ നാട്ടില് പുറത്ത് പോയി കഴിഞ്ഞാൽ ഒത്തിരി പേര് അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അത് തന്നെ നമുക്കൊരു കിട്ടുന്ന ഒരു ബഹുമതി തന്നെയാണത്. എന്തായാലും നല്ല പടങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. സിനിമാക്കാരെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്. ആരും മോശക്കാരല്ല, എല്ലാവരും നല്ല കഴിവുള്ള ആളുകൾ തന്നെയാണ്. നല്ല സിനിമകൾ വരട്ടെ, എല്ലാവർക്കും നല്ല നല്ല പടങ്ങൾ കിട്ടട്ടെ. സിനിമയെക്കുറിച്ച് കൂടുതലും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് സിനിമകൾ കണ്ട് സിനിമയെ പ്രോത്സാഹിപ്പിക്കാം. അല്ലാതെ ഒരു നെഗറ്റീവ് വേർഷൻ പറഞ്ഞുകൊണ്ട് മാത്രം സിനിമ താഴ്ത്തോട്ട് പോകുന്നില്ല. അപ്പം നല്ല സിനിമകൾ വരട്ടെ, അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും നന്ദി. ഓക്കെ, ബൈ.